പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ സെറ്റിലാവുക, ദൈവവുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധം ഏറ്റവും നല്ലതാക്കി തീർക്കുക, ഒരിക്കലും അവസാനിക്കാത്ത ഒരു ബന്ധം കർത്താവുമായി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ചിന്തയ്ക്ക് ആധാരമായ വാക്യം യെശയ്യാവിൻ്റെ പ്രവചനം 30-ാം അധ്യായം 15-ാം വാക്യം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടും എന്നുള്ള ആ വാക്യത്തിൻ്റെ ആശയം എന്താണെന്ന് കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത് വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്രമിക്കുക. വിശ്രമം ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഏതൊരു മനുഷ്യനും വിശ്രമം വളരെ അത്യാവശ്യമാണ്. വിശ്രമമില്ലാത്ത മനുഷ്യർക്ക് ആണ് പലപ്പോഴും ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളുണ്ടാകുന്നത്. കാരണം കൃത്യമായ വിശ്രമം ആർക്കും ലഭിക്കുന്നില്ല. രാത്രി വൈകിയാണ് നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കുന്നത്. ഇനി അതുമാത്രമല്ല, ഉറങ്ങാൻ കിടന്നാലും ഫോണിലും തോണ്ടി ഇരുന്നിട്ട് ഉറങ്ങുമ്പോൾ ഉറക്കത്തിൻ്റെ സമയം വളരെ കുറവാണ്. ഇനിയും അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കുറേ സമയം നമ്മൾ ആലോചിക്കും. യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്ര നാളായെന്ന് ആരോടെങ്കിലും നമ്മൾ ചോദിച്ചാൽ അവരുടെ ഉത്തരം നമുക്കറിയാൻ പറ്റും. സാറേ, ഉറക്കമില്ലാതായിട്ട് കുറേ നാളായി, ഇനി ഉറങ്ങാൻ വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലുമാണ് നിങ്ങളുടെ ബലം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്ന നിലയിൽ അന്ത്യകാലത്തെ പ്രതിസന്ധികൾ നേരിടാൻ തയ്യാറെടുക്കുന്ന ദൈവത്തിൻ്റെ ജനം എന്ന നിലയിൽ നമുക്ക് ബലം കിട്ടണമെങ്കിൽ നമ്മൾ വിശ്രമിക്കണം, ആശ്രയിക്കണം. കർത്താവിൽ വിശ്രമിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ശക്തി ലഭിക്കുകയുള്ളൂ. രണ്ടാമതായി, നമ്മുടെ ബന്ധങ്ങൾ തകർന്നു പോകുമ്പോൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകൾ, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം കൂടാതെ വ്യക്തികളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ, സഭയിലുള്ള മറ്റംഗങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ജോലിയിടത്തിലുള്ള ആളുകളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ, അതേപോലെ തന്നെ കുടുംബത്തിലെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഈ ബന്ധങ്ങളെല്ലാം ഇന്ന് ഉലഞ്ഞിരിക്കുകയാണ്. ഈ ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ച് സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്കുണ്ടാകണമെങ്കിലും വിശ്രമം വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ബന്ധങ്ങൾ തകർന്നു പോയതിനെക്കുറിച്ച് ആലോചിച്ച് ഒരന്തവും കിട്ടാതെ കുന്തവും വിഴുങ്ങി ജീവിക്കുന്ന ആളുകളാണ് ഇന്ന് ലോകത്തെമ്പാടുമുള്ളത്. അതുകൊണ്ട് നമുക്ക് ശക്തി ലഭിക്കണമെങ്കിൽ നമ്മൾ ആശ്രയിക്കുകയും വിശ്രമിക്കുകയും ചെയ്യണം. കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുകയും വിശ്രമിക്കുകയും ചെയ്യണം. ഇനിയും സാധാരണയായി നമ്മൾ എപ്പോഴാണ് വിശ്രമിക്കാറുള്ളത്? നമ്മൾ സാധാരണയായി വിശ്രമിക്കുന്നത് ആരാധനാ ദിവസത്തിലാണ്, അല്ലേ? നമ്മൾ ദേവാലയത്തിൽ പോയി വിശ്രമിക്കും. ഇന്ന് സാബത്താകുന്നു, അതുകൊണ്ട് നമ്മൾ വിശ്രമിക്കണം. യഥാർത്ഥത്തിൽ ദേവാലയത്തിൽ നമുക്ക് യഥാർത്ഥമായ വിശ്രമം ലഭിക്കുന്നുണ്ടോ? ദേവാലയത്തിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്നിരിക്കുമ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞ ആ ഫോണിനെ പോലെയാണ് നമ്മളുടെ അവസ്ഥ. 100 കൂട്ടം പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയും നമുക്ക് വചനം കേൾക്കാനോ പഠിക്കാനോ ഉള്ള സാവകാശം നമുക്ക് കിട്ടുന്നില്ല. കാരണം നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് വലുതായി തോന്നിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വിശ്രമമില്ലാതെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ കായികമായ അധ്വാനത്തിൻ്റെ വിശ്രമം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മനസ്സിൻ്റെ വിശ്രമമാണ്. നിരവധി പ്രശ്നങ്ങളിൽ ഇടപെട്ടിരിക്കുന്ന നമ്മൾ വിശ്രമമില്ലാതെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണാതെ ആ പരിഹാരം തേടി നമ്മൾ ഉലഞ്ഞുകൊണ്ട് അലഞ്ഞു തിരിയുകയാണ് ഈ ലോകത്തിന്
പരിഹാരം കിട്ടുന്ന വേദികളിലേക്ക്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിൻ്റെ പ്രശ്നത്തിന് നീ സ്വയം പരിഹാരം കാണാതെ, നിൻ്റെ ബന്ധങ്ങൾ കൂട്ടിയിണക്കുവാൻ നീ നിൻ്റെ വഴികൾ ആലോചിക്കാതെ നീ എനിക്ക് വിട്ടു നൽകുക, എന്നിട്ട് നിങ്ങൾ എന്നിൽ വിശ്രമിക്കുക, കർത്താവിൽ വിശ്രമിക്കുക. നീ നിന്നെക്കുറിച്ച്, നിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് നീ ആലോചിക്കാതെ നീ അതിനെയൊക്കെ, ആ ചിന്തകളൊക്കെ നിർത്തിവെച്ച ശേഷം നിങ്ങൾ എന്നിൽ ആശ്രയിക്കുക, വിശ്രമിച്ച ശേഷം ആശ്രയിക്കുക. നമ്മുടെ പ്രശ്നത്തിന് സ്വയം പരിഹാരം കാണാനുള്ള നമ്മുടെ എല്ലാ ഉപാധികളും നമ്മൾ നിർത്തിവെച്ച ശേഷം കർത്താവിനോട് പറയണം, കർത്താവേ, ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് നിൻ്റെ സഹായം വേണം എന്ന് നമ്മൾ കർത്താവിനോട് പറയണം. അഡിക്ഷൻ ബാധിച്ച ആളുകളെ കണ്ടിട്ടുണ്ടാവും. മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായിട്ടുള്ള ആളുകൾ. ഇങ്ങനെയുള്ള അടിമകളായിട്ടുള്ള ആളുകൾക്ക് ഈ ശീലത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല. അവരങ്ങനെ നശിച്ചു പോവുകയാണ് വേണ്ടുന്നത്. ഇപ്പം അങ്ങനെയുള്ളവരെ ട്രീറ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് കാണുന്നുണ്ട്. ഡി അഡിക്ഷൻ സെൻ്ററുകൾ കാണാം. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അങ്ങനെയുള്ള അഡിക്റ്റഡ് പേഴ്സണെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു 12 സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മെഡിക്കൽ സയൻസിലെ വേറെ ഏത് രോഗത്തിനും മരുന്നുകൊണ്ടാണ് പ്രതിഫലം അല്ലെങ്കിൽ ഫലം കണ്ടെത്താനായിട്ട് അവർ ശ്രമിക്കുന്നത്. ട്രീറ്റ് ചെയ്യുന്നത് മരുന്നുകൊണ്ടാണ്. എന്നാൽ ഈ അഡിക്ഷൻ പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് ആളുകളെ തിരുത്താനായിട്ട് ഉപയോഗിക്കുന്നത് 12 സ്റ്റെപ്സാണ്. ഒരു 12 സ്റ്റെപ്സ് എന്നാണ് അതിന് പറയുക. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ്, ഒരു അഡിക്റ്റഡ് പേഴ്സൺ അയാളുടെ ജീവിതത്തിൽ നിന്ന്, അഡിക്ഷനിൽ നിന്ന് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് സ്വയം സമ്മതിക്കുകയാണ് വേണ്ടുന്നത്. മദ്യാസക്തരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഉദാഹരണത്തിന്, മദ്യാസക്തരോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവർ പറയും, എനിക്കൊരു പ്രശ്നമില്ല, എപ്പോൾ ആണെങ്കിലും എനിക്ക് നിർത്താം, ഞാൻ കൺട്രോളിലാണ്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്താൻ പറ്റും. എന്താണ് ഇങ്ങനെ പറയുമ്പോൾ അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? അയാൾ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്ക് പ്രശ്നമുണ്ട് എന്ന് സമ്മതിക്കാൻ അയാൾ തയ്യാറല്ല. അയാൾക്ക് ഞാൻ മറ്റെന്തിനേക്കാൾ കൂടുതൽ ഈ സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് എന്ന് സമ്മതിച്ചാൽ മാത്രമേ അതിനൊരു പരിഹാരം കാണണമെന്ന് അയാൾക്ക് ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ അയാൾക്ക് പ്രശ്നമില്ലല്ലോ, പിന്നെ പരിഹാരവും വേണ്ടല്ലോ. പ്രശ്നമില്ലാത്തവർക്ക് പരിഹാരമില്ല, പരിഹാരം വേണ്ട. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് കാരണം നമുക്കൊരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല, നമുക്കൊരു പ്രശ്നമുണ്ട് എന്ന് സമ്മതിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ സ്വാഭാവികമായി നടക്കുന്ന ചില കാര്യങ്ങളാണ്, ജീവിതത്തിലെ പ്രതിസന്ധികളാണ്, ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വേറെ ആര് പരിഹാരം തരും? ദൈവം എന്താ കൊട്ടയിൽ ഇറക്കി തരുമോ എന്ന് പലരും ചോദിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? ദൈവം നമ്മുടെ പ്രശ്നത്തിന് ഇൻസ്റ്റൻറ്റ് പരിഹാരം നൽകുമോ? നമ്മളെല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ ജീവിത പ്രശ്നത്തിന് ഒരു ഇൻസ്റ്റൻറ്റ് പരിഹാരം വേണം. നമുക്ക് കടം കൊടുക്കാനുണ്ടെങ്കിൽ ആ കടം കൊടുക്കാൻ നമുക്ക് ഇൻസ്റ്റൻറ്റ് പരിഹാരം. നമ്മൾ അടുത്ത് പാപ്പാട് ചോദിക്കാം, അമ്മച്ചിയോട് ചോദിക്കാം, വേറെ ആരോടെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ന സാറിനോട് ചോദിക്കാം. ഇങ്ങനെ നമ്മൾ പരക്കം പായുകയാണ് നമ്മുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം. നമ്മൾ അതിനെക്കുറിച്ച് വിശ്രമമില്ലാതെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നപരിഹാരത്തിലേക്കും എത്തിച്ചേരാൻ പറ്റത്തില്ല. അവിടെയാണ് നമ്മൾ തകർന്നു പോകുന്നത്. അത് ഇങ്ങനെ പ്രശ്നമില്ലാതെ നമ്മൾ പരക്കം പായുന്നത് നമ്മുടെ ജീവിത സമാധാനത്തിന് തടസ്സമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും സമ്മതിക്കുകയും വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 100% സമയവും സന്തോഷവും കൊടുക്കാൻ പറ്റുന്നില്ല, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള എൻ്റെ പരക്കം പാച്ചിലിൻ്റെ ഇടയിൽ എന്ന് നമ്മൾ തിരിച്ചറിയുകയും സമ്മതിക്കുകയും വേണം. നമ്മുടെ ഭർത്താവിന് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് ആവശ്യത്തിന് സമയം കൊടുക്കാൻ എൻ്റെ തിരക്കുകൾ കാരണം പറ്റുന്നില്ല എന്ന് സ്വയം സമ്മതിക്കുകയും തിരിച്ചറിയുകയും വേണം. അങ്ങനെ നമ്മൾ അതൊരു പ്രശ്നമാണെന്ന് തിരിച്ചറിയാതിരിക്കുന്നിടത്തോളം കാലം ഇതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പരിഹാരങ്ങളും നമ്മുടെ ഈ കുഴപ്പങ്ങളും നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ആസ്വദിച്ചു കൊണ്ടേയിരിക്കും. ഒടുവിൽ ഒരു പ്രശ്നത്തിനും പരിഹാരം കിട്ടാതാകുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇനി ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല, ഞാൻ ചത്താൽ മതി
എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരും. അപ്പോൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ, ദൈവവുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടാകണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടാകണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ പ്രശ്നപരിഹാരം നിർത്തണം. നമ്മുടെ മനസ്സിൽ കൂടെ ഇട്ട് ചിന്തിക്കുന്ന എന്ന് കുഴപ്പിക്കുന്ന ഇത് നിർത്തി വിശ്രമിക്കണം. എന്നിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് നിൻ്റെ സഹായം വേണം, ഐ നീഡ് യുവർ ഹെൽപ്പ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനെയാണ്, ഐ ഹാവ് എ പ്രോബ്ലം, ഐ കനോട്ട് ഹാൻഡിൽ മൈസെൽഫ്, ഐ നീഡ് ഗോഡ്സ് ഹെൽപ്പ്. എനിക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് പരിഹാരം വേണം, എനിക്ക് ആ പരിഹാരം സ്വയം കണ്ടെത്താൻ പറ്റില്ല, ദൈവമേ എനിക്ക് നിൻ്റെ സഹായം വേണം എന്ന് പറയുന്നതാണ് ആശ്രയത്വം. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ, സ്വയം പരിഹാരം കാണാതെ, ആലോചിക്കാതെ നമ്മൾ ദൈവത്തോട് പറയണം, ദൈവമേ ഞാൻ എൻ്റെ ഈ കുഴപ്പലുകൾ നിർത്തുന്നു, എനിക്കൊരു പരിഹാരം കാണാൻ പറ്റുന്നില്ല, ദൈവമേ നിൻ്റെ പരിഹാരം എനിക്ക് വേണം എന്ന് പറയും. ആ നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരികയും ആത്മാവ് നമ്മളെ വഴി നടത്തുകയും ചെയ്യും. കർത്താവ് പറയുന്നു, ഞാൻ വലത്തേക്കോ ഇടത്തേക്കോ തിരിയണമെന്ന് ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾ അവനിൽ ആശ്രയിക്കുകയും അവനെ നിൻ്റെ എല്ലാ വഴികളിലും തിരിച്ചറിയുകയും ചെയ്യുമെങ്കിൽ അവൻ നിൻ്റെ പാതയെ നേരെയാക്കും എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്രമിക്കുകയും ആശ്രയിക്കുകയും ചെയ്യണം. കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും, നമ്മുടെ റിലേഷൻഷിപ്പ് കൂടും, നമ്മുടെ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് ദൈവം നൽകുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഈ വാക്യം നമ്മളോട് പറഞ്ഞത്, മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കുക, വിശ്രമിക്കുക, ആശ്രയിക്കുക. മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിനക്ക് രക്ഷയുണ്ടാകും, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിൻ്റെ ബലം എന്ന് ഈ വാക്യം നമ്മളോട് പറയുന്നതിൻ്റെ കാരണം അതാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? നമ്മളായിട്ട് ശ്രമിക്കാറുണ്ടോ? ഇതിനെ പലപ്പോഴും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രധാന കാര്യത്തോട് ഉപമിക്കാൻ കഴിയും. EQ എന്നാണ് പറയുക, ഇമോഷണൽ കോൺഷ്യസ് എന്നാണ് പറയുക. ഇൻ്റലിജൻസ് കോൺഷ്യസ് പോലെ ഒന്നാണ് ഇമോഷണൽ കോൺഷ്യസ്. ഒരു വികാരങ്ങളാൽ നമ്മൾ നിയന്ത്രിക്കപ്പെടുക, നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റാതായി വരിക. അതുകൊണ്ടാണ് കഴിഞ്ഞ സന്ദേശത്തിലെ ആ കഥയിൽ ഞാൻ പറഞ്ഞ പെൺകുട്ടിക്ക് ആ കുഞ്ഞിനെ തകർക്കാൻ ശ്രമിച്ചു ആ നായ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ആ പട്ടിയെ നിഷ്കരുണം തല്ലിക്കൊല്ലുകയാണ് ചെയ്തത്. നമ്മൾ വിശ്രമിക്കാതെ, തീരുമാനമെടുക്കാതെ, യോജിക്കാതെ, മനസ്സിലാക്കാതെ, ആലോചിക്കാതെ നമ്മൾ പൊടുന്നനെ എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് നമ്മൾ എത്ര പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ തന്നെ നമ്മൾ എത്രമാത്രം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സ്വയം നിന്നയിലേക്ക് കടന്നു പോയിട്ടുണ്ടോ? സ്വയം ധന്യപ്പിക്കുകയും സ്വയം വേദനിപ്പിക്കുകയും സ്വയം ശാഠ്യം പിടിക്കുകയും, നമ്മളിങ്ങനെ അടിച്ചും ഇടിച്ചും ഉപദ്രവിച്ചും നമ്മളെ തന്നെ ധന്യപ്പിക്കലല്ല, നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മളെ ധന്യപ്പിക്കുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്ന് നമ്മുടെ ശരീരത്തെ നമ്മൾ ദണ്ഡിപ്പിക്കുന്നു, ഉറക്കം കൊടുക്കാതെ നമ്മൾ നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നു. ഏതൊക്കെ രീതിയിലാണ് ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ശരീരത്തെ നമ്മൾ ഇത്രയധികം ധന്യപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നമ്മുടെ ബന്ധങ്ങൾ വളരാൻ, നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധം വളരാൻ നമ്മുടെ മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കുക. മനം തിരിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം നമുക്കല്ല കർത്താവിനെ തരാൻ പറ്റൂ എന്ന് തിരിച്ചറിഞ്ഞ് സമ്മതിച്ച് ആ ചിന്തകൾ നിർത്തി കർത്താവായ യേശുവിൽ ആശ്രയിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ബലം കിട്ടും, അപ്പോൾ നമുക്ക് നിത്യജീവൻ കിട്ടും, രക്ഷ കിട്ടും എന്നാണ് ഈ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ ജീവിത പ്രശ്നത്തിന് പരിഹാരം നമ്മൾ എങ്ങനെയാണ് കാണാൻ ശ്രമിക്കുന്നത്? എവിടെയാണ് നമ്മളുടെ പരിഹാരത്തിനായി നമ്മൾ തിരയുന്നത്? ആരെയാണ് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരത്തിനായി നമ്മൾ സമീപിക്കുന്നത്? എവിടെയായിരുന്നാലും നിങ്ങളുടെ ജീവിത പ്രശ്നത്തിന് ഒരു വലിയ പരിഹാരമുണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ബന്ധങ്ങൾ തകർന്നു പോയിട്ട്, നിങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ട്, നിങ്ങളെല്ലാവരും തള്ളിക്കളയുമെന്ന് വിചാരിച്ചിട്ട്,
നിങ്ങൾ ആരെയും നോക്കാനാവാതെ വിഷമിച്ചിരിക്കുകയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവശീലത്തിന് നിങ്ങൾ അഡിക്റ്റഡ് ആയിരിക്കുകയാണോ? നിങ്ങൾ സ്വയം ഭോഗത്തിന് അഡിക്റ്റഡ് ആണോ? നിങ്ങൾ ഗാഡ്ജറ്റുകൾക്ക് അടിമയാണോ? ഫോണില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പണമാണ് നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ സൗന്ദര്യമാണ് ഏറ്റവും വലുതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എങ്ങനെ വിചാരിച്ച് നമ്മൾ ഏതെങ്കിലും കാര്യത്തിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ അടിമത്തത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് മാത്രമാണ്. ആദ്യം അത് നമ്മുടെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് സമ്മതിക്കുക. ദൈവത്തിൽ സെറ്റിലാവാൻ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ തിരിച്ചറിയണം, സോർട്ട് ഔട്ട് ചെയ്യണം. കർത്താവ്, ഇതാണ് എൻ്റെ പ്രശ്നം, ഇതാണ് എൻ്റെ കുഴപ്പം, ഇതാണ് എൻ്റെ പ്രതിസന്ധി, ഇതാണ് എൻ്റെ പ്രശ്നത്തിന് എനിക്ക് സ്വയം പരിഹാരം കാണാൻ പറ്റാത്ത എൻ്റെ പ്രശ്നമെന്ന് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ ശേഷം നമ്മളത് സമ്മതിക്കണം. കർത്താവേ, ഇതാണ് എൻ്റെ പ്രശ്നം, ഇതാണ് എൻ്റെ കുഴപ്പം, ഇതാണ് എനിക്ക് പരിഹാരം കാണാൻ പറ്റാത്ത എൻ്റെ പ്രശ്നം. അതുകൊണ്ട് എനിക്ക് സ്വയം പരിഹാരം കാണാൻ പറ്റുന്നില്ല, നിൻ്റെ സഹായം എനിക്ക് വേണം എന്ന് കർത്താവിനോട് നമ്മൾ പറയണം. എന്നിട്ട് നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയും നമ്മളെ പ്രശ്നപരിഹാരത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതാണ് വേദപുസ്തകം നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ ഈ കാലഘട്ടത്തിൻ്റെ സന്ദേശം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കർത്താവ് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തയ്യാറാണ്. അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപഴകാൻ തയ്യാറാണ്. തക്ക സമയത്ത് കൃപയും കരുണയും ലഭിക്കാൻ എൻ്റെ കൃപാസനത്തിലേക്ക് കടന്നു വരാൻ കർത്താവായ യേശു നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മനം തിരിഞ്ഞ് അടങ്ങിയിരുന്ന് കർത്താവിൽ ആശ്രയിച്ച് വിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് സാധിക്കും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ അതാണ് പരിഹാരമായി കാണേണ്ടുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും യാത്ര ചെയ്യുമ്പോഴേ, 2 വീലറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വീണ് കഴിഞ്ഞാൽ നമുക്ക് സ്വയം എഴുന്നേക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? നിലവിളിക്കും. എന്തിനാണ് നിലവിളിക്കുന്നത്? വേദന കൊണ്ടിട്ടല്ല. എനിക്കിവിടുന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല, ആരുടെയെങ്കിലും സഹായം വേണം എന്ന് പറയാനാണ് നമ്മൾ ഈ കരച്ചിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ദൈന്യമായ കരച്ചിൽ കേൾക്കുന്ന ആളുകൾ ഓടി വന്ന് നമ്മളെ അവിടുന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കും. അപ്പോൾ ആ കരച്ചിൽ ഒരു സഹായത്തിന് വേണ്ടിയുള്ള ക്രൈ ആണ്, നിലവിളിയാണ്. പക്ഷെ നമ്മളെ ഇമോഷണലായിട്ട്, വൈകാരികമായിട്ട് നമ്മുടെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ നമ്മൾ ആരോടും പങ്കുവയ്ക്കാറില്ല. എന്നിട്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഒരു പ്രഷർ കുക്കറാക്കി മാറ്റും. എന്നിട്ട് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അത് പൊട്ടിത്തെറിക്കുന്നതായി മാറും. അങ്ങനെ പലപ്പോഴും പൊട്ടിത്തെറിച്ചിട്ടാണ് ബന്ധങ്ങൾ തകരുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങൾ ഒരു പൊട്ടിത്തെറിയുടെ വക്കത്തിലേക്ക് എത്തിച്ചേർക്കാതിരിക്കുവാൻ, നല്ല സ്നേഹമുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ, സമാധാനമുള്ള കുടുംബാന്തരീക്ഷം ഉണ്ടാക്കാൻ, സമാധാനമുള്ള സഭാരാധന ഉണ്ടാക്കാൻ, സമാധാനമുള്ള ജോലി സ്ഥലം ഉണ്ടാക്കാൻ, എല്ലാവരും ഒരേപോലെ ഇടപഴകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ തന്നെ ഒരാൾ നമ്മളോട് ഇടപഴകുമ്പോൾ നമ്മുടെ വികാരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. നമുക്കുണ്ടാകുന്ന ദേഷ്യമാണോ, സങ്കടമാണോ, നിരാശയാണോ എന്ന് നമ്മൾ ആലോചിച്ച ശേഷം നമ്മൾ പരിഹാരം കാണാനായിട്ട് കർത്താവിനോട് ആവശ്യപ്പെടണം. ആ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണാൻ നമ്മൾ ശ്രമിക്കണം. കർത്താവിനോട് സഹായം ആവശ്യപ്പെടണം. അങ്ങനെ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കർത്താവിൻ്റെ പരിഹാരം എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റും. ദൈവത്തിൻ്റെ പരിഹാരത്തിലേക്ക് മടങ്ങി വരുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ദൈവത്തിന് ചെറിയ അത്ഭുതം മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വളരെ വലുതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം ചെയ്യാനുള്ള അവസരമുണ്ട് എന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും വിഷമിക്കരുത്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നമ്മൾ സ്റ്റക്കായി പോകരുത്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പരിഹാരമില്ലാതെ നമ്മൾ കിതയ്ക്കുന്നവരാകരുത്. കർത്താവായ യേശു ക്രിസ്തുവിൽ പരിഹാരമുണ്ട്. നമ്മൾ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കുക, വിശ്രമിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് രക്ഷയും നമുക്ക് വിശ്രമവും കർത്താവിൽ നിന്ന് ലഭിക്കും. അതിനായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കണം. അതിനായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശീലിപ്പിക്കണം. അതിനായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ പാകപ്പെടുത്തണം.
നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം സ്വയം കാണാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അബ്രഹാമും സാറായും അവരുടെ പ്രശ്നത്തിന് അവരുടെ ഒരു പരിഹാരത്തെ കൂട്ടിച്ചേർത്തതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ നിറവേറാൻ നമ്മുടേതായ ഒരു പരിഹാരം, ദൈവത്തിൻ്റെ ഇഷ്ടത്തെയും നമ്മുടെ പരിഹാരത്തെയും കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കരുത്. ദൈവത്തിൻ്റെ പരിഹാരം മാത്രമാണ് നമ്മുടെ സൊല്യൂഷൻ. അതുകൊണ്ട് ആളുകൾ പറയുന്നത് താൻ പാതി ദൈവം പാതി, 50-50 എന്ന് പറയും. ഇല്ല, ഒരിക്കലും 50-50 ഇല്ല. ദൈവം പൂർണ്ണമാണ്. 100% നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ദൈവത്തിനേ കഴിയുള്ളൂ. 50-50 എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ ഈ പേന എനിക്കിവിടുന്ന് എടുത്തു മാറ്റണമെന്നുണ്ട്, അതെന്നെക്കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് പറയുന്നത്, കർത്താവേ ഇതെൻ്റെ ആഗ്രഹമാണ്, ഇത് ഇങ്ങോട്ട് മാറ്റണമെന്ന്, നീ എന്നെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ ശാഠ്യത്തിന്, എൻ്റെ ആഗ്രഹത്തിന് അനുസരിച്ച് ദൈവം പ്രവർത്തിക്കാൻ നമ്മൾ ദൈവത്തെ കമ്പൽ ചെയ്യുകയാണ്. അങ്ങനെയല്ല, നമ്മൾ പറയേണ്ടുന്നത്, കർത്താവേ നിൻ്റെ ഇഷ്ടം ഇത് ഇവിടെ ഇരിക്കേണ്ടതാണെങ്കിൽ ഞാൻ അതിന് വിധേയപ്പെടുന്നു. യേശു അതാണ് നമ്മളെ പരിശീലിപ്പിച്ചത്. കർത്താവേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിന് പരിപൂർണമായി നമ്മൾ സമർപ്പിക്കണം. നമ്മുടെ പ്രശ്നത്തിന് നമ്മൾ സ്വയം പരിഹാരം കാണാതെ, ദൈവം എന്താണോ എന്നെക്കുറിച്ചായിത്തീരാൻ ആഗ്രഹിക്കുന്നത് അതാകാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു പരിഹാരമില്ല, ഞാൻ സ്വയം ആലോചിച്ചൊരു പരിഹാരം കാണാൻ പറ്റുന്നില്ല. കർത്താവെ നിൻ്റെ ഇഷ്ടം എന്താണോ അത് ഞാൻ പൂർണ്ണമായും അംഗീകരിക്കാൻ മനസ്സുള്ളവനാണ് എന്ന് നമുക്ക് കർത്താവിനോട് പറയാൻ സാധിക്കണം. അങ്ങനെ പറയുമ്പോൾ കർത്താവ് നമ്മളെ നയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ പോലും വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്ന് പരിഹാരങ്ങൾ കടന്നു വരുന്നത് നമുക്ക് തിരിച്ചറിയാനാവും. കർത്താവ് അതാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നമുക്ക് ആയിരിക്കുന്ന സ്ഥലത്തു നിന്നുകൊണ്ട്, കർത്താവെ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നിൻ്റെ സഹായം വേണം. ഐ ഹാവ് എ പ്രോബ്ലം ലോർഡ്, ഐ കനോട്ട് ഫൈൻഡ് എ സൊല്യൂഷൻ ഫ്രം മൈസെൽഫ്. എനിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല, ഐ നീഡ് യുവർ ഹെൽപ്പ് എന്ന് ദൈവത്തോട് പറയാൻ കഴിയുമോ? മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നീ രക്ഷ പ്രാപിക്കും. ആശ്രയിക്കുന്നതിലും വിശ്രമിക്കുന്നതിലും നിൻ്റെ ബലം. അതുകൊണ്ട് കർത്താവായ യേശുവിൽ ആശ്രയിക്കാം, മനം തിരിഞ്ഞടങ്ങിയിരിക്കാം, നമ്മുടെ ചിന്തകൾക്ക് വിശ്രമം കൊടുത്തിട്ട് കർത്താവായ യേശുവിൽ ആശ്രയിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നിന്നിൽ ആശ്രയിക്കുവാൻ, നിന്നിൽ വിശ്രമിക്കുവാൻ, ഞങ്ങൾ തന്നെ പരിഹാരം കാണാതിരിക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരം തരണമേ. അങ്ങയിൽ സെറ്റിലാവാൻ, അങ്ങയോട് അനുരൂപരായിത്തീരാൻ, അങ്ങയുടെ സ്വഭാവമുള്ളവരായിത്തീരാൻ, കർത്താവെ അങ്ങ് ജീവിച്ചതുപോലെ ജീവിക്കാൻ, അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, അങ്ങ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാൻ ഞങ്ങൾ സ്വയം സമർപ്പിക്കുന്നു. കർത്താവെ ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, എനിക്കതിന് പരിഹാരം കാണാൻ പറ്റുന്നില്ല, നിൻ്റെ പരിഹാരം എനിക്കിന്ന് വേണം. ഞങ്ങൾ സ്വയം സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടെ പകർന്നു കൊടുക്കുക. കൂടുതൽ നല്ല സന്ദേശങ്ങൾ ഇതുപോലെ കേൾക്കാനായിട്ട് ഞങ്ങളുടെ ചാനലിൽ വരികയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യണം. കാരണം എനിക്കറിയാം നിങ്ങളുടെ കമൻറ്റുകൾ ഈ സന്ദേശത്തിൻ്റെ താഴെ എഴുതി ചേർക്കണം, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്ന്. അത് കാണുമ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിയും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന്. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അവിടെ എവിടെയായി കാത്തു പരിപാലിക്കട്ടെ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ്റെ സ്നേഹത്തിൻ്റെ ചിറകടിയിൽ കർത്താവ് ഇനിയും കാണുന്നവരെ നമ്മളെ കാത്തു പരിപാലിക്കട്ടെ. ആമേൻ.